ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ മസ്താനി പുറത്തായി. നല്ല സന്തോഷം. മസ്താനി പുറത്തായതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം അതിരുന്ന് കണ്ടിരുന്നാണ്. ഇന്നലെ ആ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ആ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തപ്പോൾ അടിപൊളി. ഒരാൾ പുറത്ത് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം അംബാനി പുറത്ത് പോകുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ അംബാനി പുറത്ത് പോകുമ്പോൾ എന്തായിരുന്നു അവിടെ. ഇതാണ് പറയുന്നത്, പടച്ചോനുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നൊരിതുണ്ട്. കൊടുത്തിങ്ങോട്ട് വാങ്ങിച്ചതാണെന്ന്. പക്ഷേ അംബാനി അടിപൊളിയായിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇത് നാറ്റ കേസിലാണ് ഇറങ്ങിപ്പോയത്. ഭയങ്കര നാറിയിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയാം. ഇങ്ങനെയാണോ മസ്താനി? ഞങ്ങളൊക്കെ മസ്താനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരിക്കലുമല്ല. മസ്താനി നിന്നെ ആര്യ സൂപ്പർ അടിപൊളി. ആര്യൻ്റെ ഷെയിലിൻ്റെതും അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു ഗെയിമാണ്. അല്ല, ഇഷ്ടമല്ല, എന്താണെന്ന് അറിയില്ല, ഇഷ്ടമല്ല. പക്ഷെ ഇന്നലെ ആര്യൻ്റെ ഇതൊക്കെ കണ്ടു നോക്കുമ്പോൾ ഞാൻ ആര്യൻ്റെ ഒരു ഫാനായി മാറി. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആര്യൻ്റെ ഒറ്റ ഫാനായി മാറി ഞാൻ. കാരണം ഒരാൾക്കൊരു അവസ്ഥ വന്നപ്പോൾ തിരിച്ചും അതേപോലെ അവൻ ആ സ്പോട്ടിൽ അവൻ പ്രതികരിച്ചില്ല. അവനാണ് ഇന്നലത്തെ ഹീറോ. ഒന്നുമല്ല ഹീറോ. ഇന്നലത്തെ ഹീറോ ആര്യനാണ്. ആര്യൻ ഇന്നലെ പൊളിച്ച് അടക്കി കയ്യിൽ കൊടുത്തു. ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, എൻ്റെ പടച്ചോനെ അതാണ് പറയുന്നത്. നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് പിടിക്കണമെന്ന് നമ്മൾക്ക് തന്നെ അറിയില്ല. കറക്റ്റ് നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ എവിടെയാണ് ഒരാളെ പിടിക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് ഇതിപ്പോൾ ഇതേമാതിരി ആര്യം പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റുന്തിട്ടുണ്ട്. ഈ മസ്താനി ചെയ്തതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇത് മനഃപൂർവ്വം വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി. അത് ചെയ്തതാണോ? ആരും പറഞ്ഞിട്ട് ചെയ്തതാണ് മസ്താനി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് മനുഷ്യന്മാരാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാ? ഇങ്ങനെയൊക്കെ ആണോ മസ്താനി നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്? ഞങ്ങളൊക്കെ മസ്താനി കയറിയപ്പോൾ അടിച്ച് പൊളിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇതാ വന്നു, ഇതാ മസ്താനി പോയി, അത്രയേ ഉള്ളൂ. ഇന്നലത്തെ എപ്പിസോഡും എൻ്റെ പൊന്നാര്യ നീ കലക്കിയടാ. പറഞ്ഞാലും വാക്കുകളില്ല. ഒന്നും പറഞ്ഞാലും ഒരു വാക്കുകൾ. പിന്നെ ലാലേട്ടൻ വിളിച്ചിട്ട് ആ വ്യക്തിയുടെ അമ്മേനായിട്ട് സംസാരിച്ചതും, ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്ര ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 41 വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾ പറയുന്നുണ്ട് അവരെ ഫാമിലി എത്രത്തോളം വിഷമിക്കും എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല. കാരണം നമ്മൾ ഇതൊക്കെ കാരണം ഉള്ള സംഭവമാണെങ്കിൽ ഓക്കെ, ഇല്ലാത്ത സംഭവം വിത്ത് വീഡിയോ ആയിട്ടടക്കം ഇറക്കുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്നും ഇതിന് ഉദാഹരണമായിട്ട് മസ്താനി എന്തു വന്നു പറഞ്ഞാലും ഒരാൾക്കും ഏൽക്കില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് കുറച്ചും കൂടി ഫാൻസ് കൂടി. മസ്താനി കാരണം ആ വ്യക്തിക്ക് കുറച്ചും കൂടി ഫാൻസിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മസ്താനി പുറത്ത് നിന്ന് 30 ദിവസത്തെ കളി കണ്ടിട്ട് കയറിയ ഒരു വ്യക്തിയാണ്. എന്നിട്ട് മസ്താനി ഇമാതിരി ചീപ്പ് ചെയ്തത് തെറ്റായിപ്പോയി. മസ്താനി അതിൽ പക്ഷേ അത് ഇത്രയും വഷളാക്കിയ ഒരാളുണ്ടെങ്കിൽ അത് ലക്ഷ്മി മാത്രമാണ്. ഇത്രയും ഇവർ ക്യാമറ ഊരി വെച്ചിട്ട് പറയുകയാണെങ്കിലും, പക്ഷേ അതിൽ ഇത്രയും വഷളെന്ന് പറഞ്ഞാൽ അമ്മാതിരിയാക്കി കൊടുത്ത് എങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ അപമാനിക്കാം, അതിൻ്റെ മാക്സിമം അപമാനിച്ച്. ലക്ഷ്മി എന്നെ ഇന്നലെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഇതേമാതിരി സംഭവിച്ചിട്ട് അതിൻ്റെ ഭാര്യ കൈ മുറിക്കാൻ പോലും അത് മനസ്സിലുള്ള ലക്ഷ്മി ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ? ലക്ഷ്മിയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഏതോ ആവട്ടെ, ഇതിപ്പോൾ ക്യാമറ സാക്ഷിയുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ പബ്ലിക്കലി ഇതെന്താ ഇയാൾ കയറി പിടിച്ചു എന്നല്ല എല്ലാവരും വിചാരിക്കുക. ആ ക്യാമറ ഒക്കെ തെളിവുള്ളത് കൊണ്ടല്ലേ. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്നിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആദ്യം ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് മസ്താനിക്ക് ഫീലായി. മസ്താനിൻ്റെ മുഖമൊക്കെ ആകെ മാറി. എന്നാൽ നമ്മൾ വീണോടത്ത് കിടന്ന് ഉരുളിയിട്ട് നമ്മൾ കണ്ടിട്ട്
ഇങ്ങനത്തെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയാണ് മസ്താനിയുടെ എവിടെ കണ്ടത്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മസ്താനിനെ എടുത്ത് പുറത്തേക്ക് കളയണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്തായി, തെറ്റ് ചെയ്ത ലക്ഷ്മി ഒക്കെ അംഗീകരിച്ചു മാപ്പും പറഞ്ഞു. തെറ്റ് ചെയ്ത ലക്ഷ്മി എല്ലാം പറഞ്ഞു അംഗീകരിച്ച് മാപ്പ് പറയുകയും ചെയ്തു. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ആരിതിൽ ശശിയായത് മസ്താനി. അപ്പോൾ നമ്മളൊരാളെ കുറിച്ചിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചപ്പോൾ അത് പക്ഷേ ആ ക്യാമറയിൽ ആ സമയത്ത് ഒരു മുഖത്തിന് ഒരു ഇത് അങ്ങനെ ആണെങ്കിൽ നമുക്കത് ബാഡ് ടച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിൻ്റെ മുഖം മാറും. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് നമ്മളൊരാൾ കയറി ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇത് ആ സമയത്തും ഇങ്ങനെ പിടിക്കുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. അത് മസ്താനിക്ക് തന്നെ അറിയാം, അത് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണെന്ന് മസ്താനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് മസ്താനി ആ വീഡിയോയിൽ മസ്താനി ചിരിച്ചിട്ടാണ്. പിന്നീടാണ് മസ്താനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കതൊരു ബാഡ് ടച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, അതും ഉറപ്പില്ല എന്ന് മസ്താനി പറയുന്നത്. നമ്മൾ ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരാളോട് നമ്മൾ പറയുമ്പോൾ അത് ചിന്തിക്കണം. നമ്മൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വേറെ ഒരാളോട് പറയുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം മനസ്സിന് ഫീലിംഗ് ആകും എന്നുള്ളത് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തി കരയണേ കാണുമ്പോൾ, ഒരു പുരുഷനെതിരെ നമ്മൾ കരയണേ കാണുമ്പോൾ പബ്ലിക്കലി അയാൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഇമേജിനെ തകർക്കുന്നൊരു വിഷയമാണ്. അതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ മസ്താനി ഇന്നലെ ഒരു പെണ്ണിനോട് ചെയ്തത് തെറ്റല്ലേ? മസ്താനി ചെയ്തത് തെറ്റില്ല. ആര്യം പറഞ്ഞിട്ട് മസ്താനി ഉന്താൻ ശ്രമിച്ചത് അത് തെറ്റല്ലേ? അപ്പോൾ പറയണത് ആര്യം പറഞ്ഞിട്ട് ഞാനത് ചെയ്തതല്ല, ഒരു തമാശ രീതിയിൽ. ഇത് തമാശ രീതിയിലല്ല, ഇത് വീഴാൻ പോയപ്പോൾ ഒരു വ്യക്തി പിടിച്ചതാണ്. ഇപ്പോൾ മസ്താനിൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും പെട്ടെന്നൊന്ന് വീഴാൻ പോയപ്പോൾ പിടിക്കുമ്പോൾ മസ്താനി ഇതേ ഡയലോഗാണോ അവരോട് പറയുക? നമ്മൾക്ക് എന്തെങ്കിലും നമ്മളൊരാൾ തൊടുമ്പോൾ ടച്ചാണ്, അത് നമ്മൾക്ക് അപ്പോൾ പ്രതികരിക്കണം. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് കുറച്ച് എനിക്കത് പിടിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയിരുന്നു എന്നുള്ളത് പിന്നീടല്ല മനസ്സിലാക്കാം. നമ്മൾക്കൊരാൾ ടച്ച് ചെയ്യുമ്പോൾ അപ്പം അറിയാം നമ്മളെ മുന്നിൽ. ആ നേരം വരെ ചിരിച്ചിരുന്നിട്ട് പിന്നെ കുറേ പോയി ആലോചിച്ചിട്ട് ലക്ഷ്മിനോട് അത് പറയുമ്പോൾ ലക്ഷ്മി അത് ആ പാതിരാത്രി എല്ലാം കൂടി ഒരു അവിൽ പരമാക്കിയിട്ട് അതാണ്ട് വേളമ്പി ആ രാത്രിയിൽ തന്നെ അങ്ങോട്ട് വേളമ്പി ഒക്കെ ഇട്ടിട്ട് പോയി. പറഞ്ഞാൽ മനസ്സിലായി. മസ്താനി എന്നൊരു നല്ലൊരു വ്യക്തിയാണ് അവിടെ കടന്നിട്ട് ഇതാക്കിയത്. ഇപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി കുറച്ചും കൂടി ഫാൻസ് കൂടിപ്പോയി. അയാൾ അനുഭവിച്ചൊരു വേദന ഉണ്ടാവുമല്ലോ, അതൊക്കെ മനസ്സിലാക്കണം. നമ്മളെ വീട്ടിലാണെങ്കിലും നമ്മളെ വീട്ടിലുള്ള ഒരാൾ അത് അയാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, വീഴാൻ പോയി കറക്റ്റായിട്ട് കാണുന്ന സംഭവമാണ് മസ്താനി പെട്ടെന്ന് ഒരു ഇതുമാതിരി മസ്താനി ഉണ്ടാക്കിയത്. എന്തായാലും മസ്താനി ഔട്ടായി പോയിരിക്കുകയാണ്. ആര്യൻ്റെ അടിപൊളി ഡാൻസും നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ഹോട്ടൽ ടാസ്ക്കാണ് വരാൻ പോകുന്നത്. അത് ഇതിലും ഗംഭീരമായിട്ട്. ഇനി ലക്ഷ്മി അങ്ങനെ ഒന്നും മിണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലക്ഷ്മിക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മിണിഞ്ഞു വന്നായിട്ടൊരു ലക്ഷ്മിക്ക് ലാലേട്ടൻ്റെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ലക്ഷ്മിക്ക് പോലും അറിയില്ല. അതിന് ആയിക്കണ്. എന്തായാലും ആ വ്യക്തിയുടെ അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊന്നും ഒരിക്കലും ഇയാളെ തെറ്റിദ്ധരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ കണ്ടതാണ് ആ ഇത്. അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.